ഗൈസ് ഇന്നത്തെ വ്ളോഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന റാപ്പർ വൈശാഖിൻ്റെ കൂടെയാണ്. അത് കഴിഞ്ഞപ്പോൾ അവിടെ അമ്മമ്മ കുട്ടിക്ക് മുടിയൊക്കെ കെട്ടി റെഡിയാക്കി കൊടുക്കണം. നമ്മൾ വീഡിയോ എടുക്കണം കണ്ട പിന്നെ കഥകളിയുടെ ഫേസാണ് കുട്ടിക്ക് മുഖത്ത് വരുള്ളൂ കേട്ടോ. നൈസായിട്ടൊന്ന് പറഞ്ഞു, എന്ത് മുഖം വെച്ചിരിക്കുന്ന ഒരു ഭംഗിയില്ല കേട്ടോ. അപ്പോൾ അതാ ചിരിച്ചിട്ട് പോസ് ചെയ്യണേ. ഇന്നിപ്പോൾ എല്ലാവരും പാടെ ഒരുങ്ങിക്കെട്ടി എവിടേക്കാണ് പോകണമെന്നല്ലേ, നമ്മളെ കുഞ്ഞിച്ചക്കനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പോവാണ് KMCTയിലേക്ക്. അപ്പോൾ ഞാൻ വേഗം തുമ്പിക്ക് കണ്ണൊക്കെ എഴുതി കൊടുത്ത്, അമ്മ കണ്ണെഴുതിൻ്റെ വാലിട്ട് കണ്ണെഴുതും ഗൈസ്, അതുകൊണ്ട് ഞാൻ തന്നെ കണ്ണെഴുതിക്കോളാം എന്ന് പറഞ്ഞതാണ്. ഇത് വാവയ്ക്ക് വൈറ്റമിൻ D3 കൊടുക്കുന്നതാണ്. 1 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധമായിട്ടും വൈറ്റമിൻ D3 കൊടുക്കുക. ഡോക്ടേഴ്സൊക്കെ നമ്മൾ ഡിസ്ചാർജ് ആകുമ്പോൾ തന്നെ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യമാണ്. എങ്കിൽ പോലും കുറച്ചൊക്കെ കഴിയുമ്പോൾ അമ്മമാർ നൈസായിട്ട് സ്കിപ്പ് ആവാറുണ്ട് അല്ലേ. പക്ഷെ അങ്ങനെ ചെയ്യരുത്. ഇവർക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസിയും കാര്യങ്ങളും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. മറ്റ് പല അസുഖങ്ങളിലേക്ക് ഇത് ലീഡ് ചെയ്യാം. അതുകൊണ്ട് വൈറ്റമിൻ D3 മസ്റ്റായിട്ട് 1 വയസ്സ് വരെ കുഞ്ഞുവാവകൾക്ക് കൊടുക്കുക. നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് സത്യസന്ധമായിട്ടൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ അല്ലുനും തുമ്പിക്കും കറക്റ്റായിട്ട് 1 വയസ്സ് വരെ അത് കൊടുത്തിട്ടുണ്ട്, സ്കിപ്പ് ചെയ്തിട്ടേ ഇല്ല. ചില സമയം തോന്നും വേനൽക്കാലം തന്നെയായിരുന്നു നന്നായിരുന്നത്. എനിക്ക് ഈ മഴക്കാലത്ത് ട്രാവൽ ചെയ്യാന്നുള്ളതൊന്നും ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ. വീടിനുള്ളിൽ ഇരുന്ന് കാണാൻ ഇഷ്ടമാണ്, അല്ലാതെ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമല്ല. അങ്ങനെ നമ്മളെല്ലാവരും ഉണ്ട്. അല്ലൂട്ടിനും തുമ്പിക്കൊന്നും ക്ലാസ് ഇല്ലാത്ത ദിവസമായിരുന്നതുകൊണ്ട് എല്ലാവരും കെട്ടിപ്പെറുക്കിയാണ് നമ്മൾ പോകുന്നത്. പിന്നെ തുമ്പിനെ ഒന്ന് ഡോക്ടറെ കാണിക്കാണ്ടായിരുന്നു. നമ്മളങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ തുമ്പിമോക്ക് ഇപ്പോൾ ഈ ഇടയായിട്ടൊരു പറച്ചിലുണ്ട്, എപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാലും വയറുവേദനയാണെന്ന്. ഇനി ഇതുപോലെ ഭക്ഷണം കഴിക്കാൻ മടിച്ചിട്ട് പറയണതാണോ അല്ലെ ശരിക്കുള്ളതാണോ എന്ന് അറിയില്ല. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ തന്നെ അശ്വതിനെ കണ്ടു കേട്ടോ. ഇവിടെ നമുക്ക് സ്റ്റാഫൊക്കെ ഭയങ്കര നല്ലൊരു കസ്റ്റമർ സർവീസ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അവിടുന്ന് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു കേട്ടോ. അങ്ങനെ അവരോടൊക്കെ സംസാരിച്ചു. ഇത് ജിഷേച്ചി, അവിടുത്തെ PRO ആണ്, നമ്മുടെ റിലേറ്റീവും കൂടിയാണ്. അങ്ങനെ നമ്മൾ പോയി വാവേനെയും തുമ്പിമോളെയും ഒക്കെ ഡോക്ടറെ കാണിച്ചു. പക്ഷേ മരുന്ന് വാങ്ങാനുള്ള വരി കണ്ടപ്പോൾ ഹല്ലാന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇരുന്ന് വൈശാട്ടം പോയി വരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അല്ലും തുമ്പിൻ്റെയും മുഖമൊക്കെ മാറി തുടങ്ങി. എനിക്ക് വിശക്കുന്നേന്ന്, വീട്ടിൽ നിന്ന് എന്ത് കൊടുത്താലും കഴിക്കില്ലെങ്കിലും പുറത്തെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിശക്കുന്നേന്ന് പറയും. അങ്ങനെ അവിടുന്ന് കോഫിയും സ്നാക്സൊക്കെ വാങ്ങിച്ച് ഞാൻ കഴിച്ചു. അവർക്ക് പാലുവെള്ളം വാങ്ങിക്കൊടുത്തു. സ്നാക്സും വാങ്ങിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കമൻറ്റ് ബോക്സിലും കുട്ടികൾക്ക് വിശന്നിരുമ്പോൾ തള്ളച്ചിയാണോ കഴിച്ചതെന്ന് ആരും ചോദിക്കരുത്. അങ്ങനെ ഡോക്ടറെ കാണിച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും അഡാറ് മഴ, അങ്ങോട്ട് വന്നതിനേക്കാളും കൂടുതലായിരുന്നു മഴ. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇവൻ്റെ പ്രത്യേകത എത്ര മിറ്റൻസ് ഇട്ട് കൊടുത്തിട്ടും കാര്യമില്ല, അതൊക്കെ മെല്ലെ കൊഴഞ്ഞ് ചാടി കളഞ്ഞിട്ട് കൈ ഇങ്ങനെ ഫ്രീ ആയിട്ട് വെക്കുന്നതാണ് മൂപ്പർക്ക് ഇഷ്ടം. അങ്ങനെ നമ്മൾ വീടെത്തിയിട്ടുണ്ട്. വീടെത്തി നമ്മളെ വണ്ടീന് ഒച്ച കേൾക്കത്തെ അമ്മമ്മ ഏടുന്നാ പാറി പറന്ന് എത്തുകയെന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളുടെ പറയലാണ്, ഇപ്പം മഴയാണ്, ഓടിപ്പിടിച്ച് വരരുത്, ഞങ്ങൾ വന്നോളാന്നൊക്കെ പറയലാണ്. റീനമ്മയ്ക്കാണ് ഈയിടെയായിട്ട് നന്നായിട്ട് പല്ലുവേദനയാണ് കേട്ടോ. അതുകൊണ്ട് അമ്മയും ഐശാഖേട്ടനും അല്ലും തുമ്പിയും ഇവരെല്ലാവരും പാടെ അമ്മേനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയതാണ്. KMCT ഡെന്റലിൽ കാണിക്കായിരുന്നു. പക്ഷേ അവിടെ അത്യാവശ്യം നല്ല തിരക്കായിരിക്കും. ഈ മക്കളെയൊക്കെ കൊണ്ടിട്ട് അവിടെ കൊണ്ടുപോയി കാണിച്ചു വരുന്നതൊക്കെ കുറച്ചൊരു ടൈം പിടിക്കുന്ന കാര്യമുണ്ട്. ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ഒരു ക്ലിനിക്കിലാണ് കേട്ടോ പോയിണ്ടായിരുന്നത്. തുമ്പിമോളെ മേല് ചെക്കൻ മൂത്രം ഒഴിച്ചു. വീഡിയോ എടുക്കുമ്പോൾ ചിരിക്കണുണ്ടോ, നോക്കോളം മുഖം മാറിയേ കള്ളത്തി. വാവ വന്ന വാവേന്റെ അപ്പി കൈകി കൊടുക്കൂ, ഉറക്കൂ, കൊളിപ്പിക്കൂ, അതാക്കൂ ഇതാക്കൂ എന്ന് പറഞ്ഞ ആളാണ്. ഒരിത്തിരി മൂത്രം മേലായതിന്റെ പ്രകടനമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്, ബൈ.